വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരിക്കുന്നവർ 4.5 വർഷം കൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്കുള്ള 6 കോടിയിൽ അധികം രൂപ നഷ്ടപ്പെടുത്തിയതായും ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ആക്ഷേപം ഉന്നയിക്കുന്നവർക്കുണ്ടെന്നും CPIM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് TK റഷീദ് അലി. തെരഞ്ഞെടുപ്പ് വന്നാൽ UDFനെ ഒഴിവാക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ്. അപ്പോൾ അവിടെ UDF ആണ് ഭരിക്കുന്നത്. അവർ പറയുന്നത് അവർക്ക് ഉദ്യോഗസ്ഥരെ കൊടുക്കുന്നില്ല, അവരെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റലും ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കാനുള്ളൊരു കേന്ദ്രമായി മാറുന്നു. അപ്പോൾ അവർക്ക് വികസന കാര്യത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ കാലം കൊണ്ട് അവർ വികസനം പൂർണ്ണമാക്കാനും അത് എല്ലാവരിലും എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് അവരൊരു മുഖപത്രം എന്ന നിലക്ക് വീടുകൾക്ക് തോറും കയറി ഇറങ്ങി കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPM ഇടതുപക്ഷം ശരിക്കും തുടർ സമരങ്ങളുമായി രംഗത്തെത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് ജനങ്ങൾ കേൾക്കണോ അതോ നിങ്ങൾ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കണോ? ഏതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? എന്താ തർക്കമുള്ള? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവം അല്ലേ ഏറ്റവും മുഖ്യം. അതായത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ പേരിൽ വസ്തുവാവില്ലല്ലോ. മാത്രം നുണ പറയുന്ന കാര്യത്തിൽ എന്തായാലും UDF കൂടെ ഒപ്പം ഞങ്ങൾക്ക് എത്താൻ കഴിയില്ല. ഞങ്ങൾ ഒരിക്കലും അവരോട് അത്തരം കാര്യത്തിൽ മത്സരിക്കാറില്ല. മാത്രമല്ല, ഞങ്ങൾ ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ യഥാർത്ഥ വസ്തുത വർഷങ്ങളായി ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ഈ ഭരണസമിതിയുടെ പോരായ്മ, കൊള്ളരുതായ്മ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഇവർ എല്ലാം നന്നായി ചെയ്തു വരുന്ന സമയത്ത് 6 ചില്ലാനം കോടി ഉറുപ്പ്യ 4 വർഷം കൊണ്ട് ഇവിടെ ലാപ്സാക്കി ഇവർ സമയങ്ങളിൽ പദ്ധതി നിർവഹിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പണം നഷ്ടപ്പെടുത്തിയ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ പങ്കാളിപ്പ് നിലനിൽക്കുന്നത് ഇത് അവരാണ് കേമന്മാർ. മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഒരു കുറേ കാര്യം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ മുഖവരായി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്ത് തർക്കമല്ല, ഒരു മുനിസിപ്പാലിറ്റിക്ക് തുല്യമായിട്ട് എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത്. അവിടെ ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദി, ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതിന് ഉത്തരവാദി ഭരണസമിതിയാണ്. ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത്, അതിന് ആവശ്യമായിട്ട് അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ഭരണസമിതിയാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറയട്ടെ, ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാരോ പ്രവർത്തകരോ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ജനപ്രതിനിധികളോ അവരുടെ ഭരണത്തിലോ അവരുടെ പ്രവർത്തനത്തിലോ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലോ ഞങ്ങൾ ഇടപെട്ട് അവർക്ക് പ്രയാസം ഉണ്ടാക്കണം അവർ പറയട്ടെ. എന്നാൽ UDFൻ്റെ നേതാക്കന്മാരും അവിടുത്തെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവിടുത്തെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും കാര്യമൊക്കെ പുറത്തു വന്ന് നമ്മൾ കണ്ടല്ലേ. ഇതൊക്കെയല്ലേ വസ്തുതകൾ. മറ്റു നമ്മളൊരു കാര്യം കണ്ടെന്താണ്, അങ്ങാടിപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു കളവും പറയേണ്ട ആവശ്യമില്ല. ജനങ്ങൾ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ 4 ചില്ലാനം കൊല്ലമായിട്ട് 4.5 കൊല്ലമായിട്ട് ഈ ഭരണസമിതിയുടെ യഥാർത്ഥ വസ്തുത ബോധ്യപ്പെട്ട ആളുകളാണ്. അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന UDF അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസ്ഥാനത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തുന്ന കാര്യത്തിൽ തർക്കം ഞങ്ങൾക്കില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മതി. ഞങ്ങളോട് പല ആളുകളും പറച്ചിലുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് വന്നു കിട്ടിയാൽ മതി അവരെ ഒഴിവാക്കാന്നൊക്കെ അങ്ങോട്ട് എത്ര ആളുകൾ പറയുന്നുണ്ട്. അതൊക്കെ ആളുകൾ വികാരമാണ്, വളരെ സാധാരണക്കാരല്ല, അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ടുണ്ടായിട്ടുള്ള ആളുകളല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ഒരു CPM നിലക്ക്, ഒരു സമര സംഘടനാ നിലക്ക്, ഒരു വിപ്ലവ പാർട്ടി നിലക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാത് കാലങ്ങളിൽ പ്രത്യേകിച്ച് ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്ന കോട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുക, ജനങ്ങളെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത്, അതിനാവശ്യമായ സമരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള മാർഗ്ഗം. ആ നിലക്ക് കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും വരും കാലങ്ങളിലും അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇവരെന്ന് തിരുത്താൻ തയ്യാറാവും അതുവരെയും സമരം മുന്നോട്ട് കൊണ്ടുപോകും.